എൻ്റെ മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ? നീ കടം കയറി മുടികയാണോ? നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് പ്രഷർ കൂടുതലാണോ? ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ? നിനക്ക് വീടില്ലേ? അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അത് ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായ 4:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയണത് നൗ ആൻഡ് ദെൻ അല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്കുന്നതിനെ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവോപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു പരമദിവ്യകാരണത്തിന് എൻ്റെ മക്കളെ, അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന മാരക രോഗങ്ങൾ കർത്താവേ, നിന്റെ നാമം വിട്ടുമാറിട്ട് പ്രാർത്ഥിക്കുന്ന തകർന്നുപോയ മനസ്സുകള്, ഇടിഞ്ഞുപോയ മനസ്സുകള്, മക്കളെക്കുറിച്ച് കർത്താവ് ഇപ്പോഴും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, OIT IELTS പരീക്ഷകളും മത്സര പരീക്ഷകളും മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ റിസൾട്ടുകൾ കർത്താവ് നീ ഏറ്റെടുക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ മക്കൾക്കും അഭിഷേകം ചെയ്യട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന മക്കൾ, ഉടമ്പടി ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എക്സാം ഹോളിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ് ചൊരിയുന്നതിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന ജീവിത മാർഗങ്ങളിലേക്ക് കർത്താവിനെ നയിച്ചുകൊണ്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കുന്നതിനുമായി ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് തക്ക സമയത്ത് കൃപാവരത്തിൻ്റെ സിംഹാസനമായ സകല വാഗ്ദാനങ്ങളും അതേ തന്നെ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ സമീപിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന
ഏറ്റവും വലിയ മധ്യസ്ഥയാണ് ആരാണ്? അമ്മയാണ്. അതാണ് ഈ ഉടമ്പടി ഇത്രയും വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ കാര്യം. സത്യമാണ്. ഞാൻ ഇപ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുകയല്ലേ, അതായത് എന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും. നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും പ്രതീക്ഷിച്ചതും പ്രത്യാശൻ്റെ അപ്പുറത്ത് ദൈവം എന്തോ ഒരു നാശക്കുഴിയിൽ നിന്നാണ് മനുഷ്യന്മാരെ ഉടമ്പടിയുടെ ഒറ്റ ഉറപ്പിൽ പൊക്കിക്കൊണ്ട് വരണത്. എന്തിനാ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉടമ്പടി കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കണം. നിങ്ങളത് ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഉഴപ്പിയോ അല്ലെങ്കിൽ തീഷ്ണതയില്ലാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തോ അങ്ങനെയൊന്നും ദൈവത്തെ പ്രകോപിപ്പിക്കരുത്. മറിച്ച് നല്ല വിശ്വാസത്തോടെ നല്ല ദൈവസ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ എന്താ നിങ്ങൾ ഓർക്കണേ, 2015 തന്ന ഉടമ്പടി 2016 എനിക്ക് ആ 15-16 ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് അത്രയ്ക്ക് അറിവില്ലായിരുന്നോ. കാര്യം എൻ്റെ കയ്യിൽ സാക്ഷ്യങ്ങളില്ലായിരുന്നോ. ഇന്ന് നമുക്ക് 10,000-കണക്കിന് സാക്ഷ്യങ്ങളല്ലേ, എല്ലാ മണ്ഡലങ്ങളെ ഉള്ള ആൾക്കാരുടെ സാക്ഷ്യങ്ങളല്ലേ, ഇന്ന വിഷയമല്ലല്ലോ. ഓൾമോസ്റ്റ് ഓൾ തിങ്സ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലുമുള്ള ദൈവിക നടപടികളാണ് ഉടമ്പടിയിലൂടെ വരണതും. അത് അപ്രതിരോധ്യമാകാൻ കാരണം അമ്മ അതിൻ്റെ അകത്ത് ഒരു കക്ഷി ആയതുകൊണ്ടാണ്, മാധ്യസ്ഥത്തിന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കാനായിലെ കല്യാണം നമ്മളത് അതാണല്ലോ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ ആ കാനായിലെ കല്യാണത്തിലെ 2-ാം അധ്യായം, യോഹന്നാൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യമില്ലേ, എന്താണ്? കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു. പിന്നെന്താ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതാണ് വിഷയം. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് നേരത്തെ പോയെന്നല്ല എൻ്റെ അർത്ഥം. യേശുവിനേക്കാൾ ആ വചനം എങ്ങനെ പോണത്? കാനായി എന്ന് പറഞ്ഞ കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു. യേശുവിന്റെ യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സംഭവം ഇതാണ്. അപ്പോൾ യേശുവിനേക്കാളും ശിഷ്യന്മാരെക്കാളും നേരത്തെ അമ്മ അവിടെ പ്രസൻ്റാണ്. എൻ്റെ ദൈവവേദലേ, ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് പറഞ്ഞ പോലെ നിൻ്റെ ജീവിതം അമ്മയുടെ ഒരു വേ ഓഫ് ആക്ടിങ് ഭയങ്കര ഇൻറ്റിമസിയാണ്. എന്നുവെച്ചാൽ നിനക്കൊരു തകർച്ച വരുന്ന കുടുംബമായാലും ശരി, അല്ലെങ്കിൽ നിനക്ക് തകർച്ച ഉണ്ടാകാൻ പോകണമെങ്കിൽ ശരി, അമ്മ അവിടെ ആദ്യമേ പ്രസൻ്റ് ആയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് വല്ലാണ്ട് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷത്തിൻ്റെ ഘടനയാണത്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം യേശുവിനെയും അമ്മയെയും അവിടെ ക്ഷണിക്കരുത്? നമ്മൾ ഒരുമിച്ച് ക്ഷണിച്ച വേറെ ഒരു സ്ഥലമില്ലല്ലോ, ബൈബിളിലല്ലോ. അമ്മയെയും യേശുവിനെയും ഒരുമിച്ച് ക്ഷണിച്ച ഒരു സ്ഥലം ബൈബിളിലില്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും? മേ ബി ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ആ കനായിലെ കല്യാണം നടത്തുന്ന കക്ഷി ഇവിടെ റിലേറ്റീവ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ റിലേറ്റീവ് ആകുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തുകൊണ്ട് ഒരു കാര്യം സിമ്പിളായിട്ടൊക്കെ മനസ്സിലാകാം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു? ഒരു മാനുഷികമായ ഉത്തരം പറഞ്ഞാൽ മതി. റിലേറ്റീവ് ആയതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എൻ്റെ അത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കേവലമായിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? അമ്മയുടെ റിലേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ക്ലിയർ അല്ലേ? അത് ലോജിക്ക് അങ്ങനെയല്ലേ വർക്ക് ചെയ്യണത്. ഇനി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈശോ അമ്മയെ നിർത്തിക്കൊണ്ട് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നൊരു വചനം ബൈബിളുണ്ട്, ഇല്ലേ? അമ്മയെ നിർത്തിക്കൊണ്ട് ഹുയിസ് മൈ മദർ, ഹുയിസ് മൈ ബ്രദേഴ്സ് എന്ന് ചോദിക്കുന്ന സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12:48, 49, 50.
Take the word of God. യേശു അവനോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരർ, ആരാണ് എന്റെ സഹോദരങ്ങൾ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇത് 50 12:50 എന്താണ്? ആരാണ് എൻ്റെ സഹോദരങ്ങൾ, ആരാണ് എൻ്റെ റിലേറ്റീവ്സ്? എന്താ ഈശോ പറയണത്? ഈശോയുടെ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഏറ്റു പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അതാരാണ് ശരിക്കും പറഞ്ഞാൽ? അവൻ പറയണ പോലെ ചെയ്യുന്നവരല്ലേ? ക്ലിയർ അല്ലേ? അവൻ പറയണ പോലെ സ്വർഗസ്ഥന 12:50 എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷം. ആരാണ് എൻ്റെ സഹോദരന്മാർ? ആരാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പറഞ്ഞ് ഇഷ്ടം നിറവേറ്റുന്നവരെ ആരോ അവരാണ് എൻ്റെ സഹോദരങ്ങൾ. യേശുവിൻ്റെ റിലേറ്റീവ്സ് ആരാണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എന്ന് വെച്ചാൽ ആരാണത്? അവൻ പറയണ പോലെ ചെയ്യുന്നവർ. അവൻ പറയണ പോലെ ചെയ്യുന്നവരാണ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെങ്കിൽ അതല്ലേ ഉടമ്പടി എടുത്ത ആൾക്കാരെ. ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ റിലേറ്റീവ്സായി മാറ്റും. ഉടമ്പടി ദൈവത്തിൻ്റെ ബന്ധുക്കളായി നിങ്ങളെ മാറ്റും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശ്രുതികട ഹല്ലേലൂയ 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 എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യം പോലും പറയരുത്. ഞാനൊരു ചേടത്തിനെ ഇവിടുന്ന് ഓടിച്ചിട്ടായിരുന്നു. ഇത് കാര്യം പരിസാറാണ് പറഞ്ഞു, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. പരിസാറാണ് പറഞ്ഞത് സാക്ഷ്യം പറയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞു. എന്താ കാര്യം? അവർ പറഞ്ഞത് മകന് ജോലി കിട്ടി, മകളെ കല്യാണം കഴിപ്പിച്ചു, ഇങ്ങനെ വസ്തു വിറ്റു, ഇങ്ങനെ പട്ടിക പറഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മൾ ഇതെല്ലാം ഉടമ്പടി. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മൾ ആദ്യം പറയേണ്ടത്, നിങ്ങൾ സാക്ഷ്യം പറയേണ്ടവർ ആദ്യം സ്റ്റേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് യുവർ റിലേഷൻ. നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റാറ്റസ് പറയണം. ഈ സാക്ഷ്യത്തിലേക്ക് നയിച്ച നിങ്ങളുടെ റിലേഷൻ്റെ ദൈവവുമായി ഇത് റിലേഷനാണല്ലോ. അവൻ പറയണ പോലെ ചെയ്യണത് റിലേഷൻ ആകുമല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ Ephesians 2:19 എടുത്തേക്ക് ഇത് വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന ആരാധന ആരാധന. Efesios 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒന്നിനു വായിച്ചേ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. സ്നേഹത്തിൻ്റെ സാക്ഷികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്യണ കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കണത്, ദൈവത്തിൻ്റെ ബന്ധുക്കളായിരിക്കണത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കാൻ പോണത്, വീട്ടിലെ. അതിൻ്റെ പേരിലാണ് നമ്മൾ വഴക്ക് തീർത്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയാൽ അപ്പോഴും നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായി. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഒരു നാത്തുമാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ ഉടനെ കുറുക്കനെ പോലെ രണ്ടാൾ തന്നെ ഇടിച്ചിട്ട് ചോര കുടിക്കാമെന്ന് പറഞ്ഞ് പോകരുത്. ഏതെങ്കിലും ഒരു നാത്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾ ദുഷ്ടസന്തതിയാണ്, ദൈവത്തിൻ്റെ സന്തതിയല്ല. ഉടമ്പടി അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവരെ എങ്ങനെ, നമുക്ക് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവത്തിന് നേട്ടം ഉണ്ടാകും, സാത്താൻ്റെ അവസരം പോകും. അതുകൊണ്ട് ഞാനവരെ എൻ്റെ നേട്ടം നോക്കിയില്ല, ഞാൻ അവരെ ഐക്യപ്പെടുത്തും, ഒന്നിപ്പിക്കും. എന്താ കാര്യം? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? സമാധാന പാലകർ, സമാധാനത്തെ പാലിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടാവും പറഞ്ഞത്? അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള മാർഗമാണ്. ഉടമ്പടിയെ നിങ്ങൾ നീതീകരിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമ്പടി നീതീകരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവർത്തനങ്ങൾ നീതീകരിക്കുക. സ്തുതിക്കട്ടെ.